Hello everyone, welcome to our channel. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന സാനിറ്ററി കെമിസ്ട്രി എക്സാമിന്റെ സിലബസിലെ തേർഡ് മൊഡ്യൂള് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റത്തെയും സെക്കൻഡും മൊഡ്യൂളും നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണുക. സോ തേർഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് കെമിസ്ട്രിയിലെ ലാബ് സേഫ്റ്റി അവയർനെസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First question. What should you do before using a chemical in the lab? Option A. Taste a small amount of the chemical to check for sweetness. Option B. Read the label and consult the safety data sheet. Option C. Mix it with other chemicals to test its reactivity. Option D. Pour a large amount into your hands to examine its texture. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. റീഡ് ദി ലാബൽ ആൻഡ് കൺസൾട്ട് ദി സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ്. Second question. When handling chemicals in the lab, why is it important to wear gloves? Option A. To keep your hands warm. Option B. To avoid getting chemicals on your hands. Option C. To improve your grip on equipment. Option D. To make your hands look more professional. Okay, right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. To avoid getting chemicals on your hands. Third question. Where should you dispose of broken glassware in the lab? Option A. In the regular trash bin. Option B. In the sink. Option C. In a designated broken glass container. Option D. On the lab bench for someone else to clean up. Your right answer എന്ന് പറയുന്നത് എന്താണ്? In the designated broken glass container. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഗ്ലൗസ് ധരിക്കണം, കോട്ട് ഇടണം. അതുപോലെ എന്തെങ്കിലും ഗ്ലാസ് മെറ്റീരിയൽസ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാലും അതിനായിട്ട് വെച്ചിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാവും. അപ്പൊ അത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് കൊണ്ടുപോയിട്ട് ഇടാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ റൂൾസ് ഉണ്ട് ഒരു ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. സോ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Fourth question. Which of the following is not an appropriate eyewear for a chemistry lab? Option A. Safety goggles. Option B. Prescription glasses with the side shields. Option C. Contact lenses. And option D. Safety glass with no side shields. Your right answer option C ആണ് contact lens. Fifth question. Why is it important to tie back long hair and avoid loose clothing in the lab? Option A. To look more professional. Option B. To avoid getting hair and clothing caught in equipment. Option C. To keep hair and clothing clean. Option D. To stay cool in the lab. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. To avoid getting hair and clothing caught in the equipment. ലാബിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മുടി ബാക്കിൽ കെട്ടിവെക്കണം അല്ലേ, മുകളിലേക്ക് പൊന്തിച്ച് കെട്ടിവെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതുപോലെ ലൂസ് ആയിട്ടുള്ള പാറി പറന്ന് നടക്കുന്ന ഡ്രസ്സ് ഒന്നും ഇടാൻ പാടില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ? എന്തെങ്കിലും നമ്മൾ ലാബിലാണ്, സോ എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ മുടിയിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ ഒന്നും ആവരുത്. കാരണം ചിലപ്പോൾ ടോക്സിക് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ബേൺ ചെയ്യുന്നതായിരിക്കാം, പറയാൻ പറ്റില്ല. മാത്രമല്ല എന്തെങ്കിലും ഗ്ലാസ് വെയേഴ്സോ ഒക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ മുടി ഒക്കെ തട്ടിയിട്ട് നിലത്ത് വീണ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ ലാബാണ്, ചിലപ്പോൾ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലെയിം ഒക്കെ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ അറിയാതെ നമ്മുടെ ബാക്കിൽ നിന്ന് മുടിയിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ ഒക്കെ തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുടിയൊക്കെ പിറകില് കെട്ടിവെക്കുന്നത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ലൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാറി പറന്ന് നടക്കുന്ന ഡ്രസ്സൊന്നും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. Sixth question. Why should you never taste or smell chemicals in the lab? നമ്മൾ ലാബിൽ കയറിയാൽ കെമിക്കൽസ് ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് സ്മെൽ ചെയ്ത് നോക്കിയൊന്നും ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ. It is not polite to taste or smell chemicals. Option B. Chemicals may be toxic, corrosive, or harmful if ingested or inhaled. Tasting and smelling chemicals are unnecessary in the lab. Option D. Tasting and smelling chemicals can lead to contamination of experiments.
Your right answer എന്ന് പറയുന്നത് chemicals may be toxic, corrosive or harmful if ingested or inhaled. Seventh question, why is it important to read and understand the safety data sheet for the chemical before using it? To know the cost of the chemicals, to learn about the chemicals' physical and chemical properties, hazards, and safety precautions. To determine the expiration date of the chemical. Option D. To find out the chemical's molecular structure. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. To learn about the chemicals' physical and chemical properties, hazards, and safety precautions. Eighth question, the acronym MSDS stand for option A, Mass Safety Data Sheet, option B, Material Security Data Sheet, option C, Material Safety Data Sheet, option D, Master Security Data Sheet, option E, Miscellaneous Safety Detail Summary. Your right answer, option C, Material Safety Data Sheet, MSDS, Material Safety Data Sheet. സോ നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് MS മെറ്റീരിയൽ സേഫ്റ്റിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ MSDSനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. Ninth question, in India, material safety data sheets has been mandated under which law? Option A, the Manufacture, Storage and Import of Hazardous Chemicals Rules 1989. Option B, the Chemical Accidents, Emergency Planning, Preparedness and Response Rules 1996. The Factories Act 1948. The Central Motor Vehicle Rules 1989. Option E, none of the above. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. The Manufacture, Storage and Import of Hazardous Chemicals Rules 1989. Okay. 10th question. Which one of the following statement is not correct about material safety data sheet? Material safety data sheeറ്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ, it provides single reference for all information about hazardous chemicals. ഇത് കറക്റ്റ് ആണ്. And option B, it is based on the recommendation of United Nations Committee of Experts on globally harmonized system of classification and labeling of chemicals. ഇതും റൈറ്റ് ആണ്. Then option C, material safety data sheet forms the important elements of effective chemical hazards communication system. ഈ സ്റ്റേറ്റ്മെന്റും റൈറ്റ് ആണ്. And option D, it is a document prepared by the manufacturers or suppliers of the chemical. ഇതും ശരിയാണ്. And option E, it does not contain information on physical and chemical properties of the material, potential hazards of the material, and how to work safely with these material. ഇതാണ് ഇവിടുത്തെ റോങ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താ ചോദിച്ചിട്ടുള്ളത്? Which one of the following statement is not correct about MSDS എന്നാണ്. അപ്പം ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് അല്ലാത്തത്. ശരിക്കും കറക്റ്റ് ആയിട്ട് ഈ സെന്റൻസ് കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാ വരിക? MSDS, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, contain information on physical and chemical properties of the material, potential hazards of the material, and how to work safely with these materials. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് എന്ത് കൊടുക്കുന്നുണ്ട്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നോട്ട് എന്ന് വന്നതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് ഓർ പീരീഡ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ് ആർ നോർമലി റിക്വയർഡ് ടു ബി അപ്ഡേറ്റഡ്? Option A, every year. Option B, every 3 years. Option C, every 5 years. Option D, no periodicity prescribed. Option E, every 6 months. Your right answer, option B ആണ്, every 3 years. 12th question, which of the following information cannot be found in material safety data sheet? Option A,
first aid measures. Option B, accidental release measures. Option C, composition or information on ingredients. Option D, handling and storage information. Option E, medicine to be taken by the affected person if exposed to the chemical. Here, right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്. മെഡിസിൻ ടു ബി ടേക്കൻ ബൈ ദ എഫക്റ്റഡ് പേഴ്സൺ ഇഫ് എക്സ്പോസ്ഡ് ടു ദി കെമിക്കൽ. അപ്പം ഈ ഒരു കാര്യം മാത്രം എവിടെ ഉണ്ടാവില്ല, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ പറയുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷനും എവിടെ ഉണ്ട്, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിലുണ്ട്. ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ്, ആക്സിഡന്റൽ റിലീസ് മെഷേഴ്സ്, കോമ്പോസിഷൻ ഓർ ഇൻഫർമേഷൻ ഓൺ ഇൻഗ്രീഡിയൻസ്, ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ, ഇതെല്ലാം മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ പറയുന്നുണ്ട്. Next question, the term ChemTruck stand for Chemical Transportation Emergency Center. Option B, Chemical Training Center. Option C, Chemical Treatment Center. Option D, Chemical Toxicity Recovery Center. Option E, Chemical Toxicity Research Center. Your right answer, ChemTruck. ChemTruck, Chemical Transportation Emergency Center. ChemTruck stands for Chemical Transportation Emergency Center. 14th question, which of the following information is contained in the section of MSDS Material Safety Data Sheet deals with the hazards identification? Option A, toxicology of the chemical. Option B, acute short-term health effect. Option C, the chronic long-term health effect. Option D, the signs and symptom of the exposure. Option E, option A, B and C above. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്. എ, ബി ആൻഡ് സി, ഈ മൂന്ന് ഓപ്ഷനും കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താ ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇൻഫർമേഷൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ സെക്ഷൻ ഓഫ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഡീലിംഗ് വിത്ത് ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ. ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ പറയുന്ന കാര്യങ്ങളാണ് ടോക്സിക്കോളജി ഓഫ് ദ കെമിക്കൽ, അക്യൂട്ട് ഷോർട്ട് ടേം ഹെൽത്ത് എഫക്ട്, ദ ക്രോണിക് ലോങ് ടേം ഹെൽത്ത് എഫക്ട്. Next question, which of the following information about the chemical substance is not provided in the section of material safety data sheet dealing with the stability and reactivity? Option A, flash point. Option B, flammable limits. Option C, fire hazards and explosion hazards. Option D, fire fighting media and instruction. Option E, packaging of the chemical. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്, പാക്കേജിംഗ് ഓഫ് ദ കെമിക്കൽസ്. ഇതിനെക്കുറിച്ച് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിലെ സ്റ്റെബിലിറ്റി ആൻഡ് റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിൽ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഈ സ്റ്റെബിലിറ്റി ആൻഡ് റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഫ്ലാഷ് പോയിന്റ്, ഫ്ലെയിമബിൾ ലിമിറ്റ്സ്, ഫയർ ഹസാർഡ്സ് ആൻഡ് എക്സ്പ്ലോഷൻ ഹസാർഡ്സ്, ഫയർ ഫൈറ്റിംഗ് മീഡിയ ആൻഡ് ഇൻസ്ട്രക്ഷൻ. Next question, which of the following option reflect the correct position with regard to flash point, flame point and auto ignition point? Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ നമുക്ക് ആദ്യം എന്താണ് ഫ്ലാഷ് പോയിന്റ്, ഫ്ലെയിം പോയിന്റ്, ഓട്ടോ ഇഗ്നിഷൻ പോയിന്റ് എന്നൊക്കെ പറയാം. ഫസ്റ്റ് വൺ, ഫ്ലാഷ് പോയിന്റ്. ഒരു ലിക്വിഡ് വേപ്പറായി മാറിയതിനു ശേഷം അതിന് കത്താൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ, അതിനെയാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഒരു ലിക്വിഡ് വേപ്പറായി മാറിയതിനു ശേഷം അതിന് കത്താൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ, അതിനെയാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഫ്ലെയിം പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇഗ്നിഷൻ സോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഒരു ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യാണ്, നമ്മൾ കത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് അപ്ലൈ ചെയ്യാണ്. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡ് വേപ്പറായി മാറിയതിനു ശേഷം കത്തി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഇഗ്നിഷൻ സോഴ്സ് അല്ലെങ്കിൽ കത്താൻ കൊടുത്ത ഒരു സോഴ്സ് മാറ്റിക്കഴിഞ്ഞാലും അത് കണ്ടിന്യൂസ് ആയിട്ട് കത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ കത്താൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ, അതിനെയാണ് ഫ്ലെയിം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു ലിക്വിഡ് വേപ്പറായി അത് കത്താൻ തുടങ്ങുമ്പോൾ നമ്മൾ കത്താൻ കൊടുത്ത ആ ഒരു സോഴ്സ്, ആ ഒരു ടെമ്പറേച്ചർ അത് മാറ്റിക്കഴിഞ്ഞാലും അത് വീണ്ടും കത്തിക്കൊണ്ടേയിരിക്കുന്ന ആ ഒരു മിനിമം ടെമ്പറേച്ചറിനെയാണ് ഫ്ലെയിം പോയിന്റ് എന്ന് പറയുന്നത്.
ദെൻ ഓട്ടോ ഇഗ്നിഷൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇഗ്നിഷൻ സോഴ്സ് ഒന്നും കൊടുക്കാതെ തന്നെ അത് നോർമൽ അറ്റ്മോസ്ഫിയറിൽ ഒരു ലിക്വിഡ് വേപ്പറായി കത്തുന്ന ആ ഒരു ടെമ്പറേച്ചർ, ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ, അതിനെയാണ് ഓട്ടോ ഇഗ്നിഷൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഫ്ലെയിം പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും ഓട്ടോ ഇഗ്നിഷൻ പോയിന്റ്. അതുപോലെ ഫ്ലെയിം പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കും ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As a customer officer, before taking sample from any important hazardous chemical consignment, what document he must first refer to? Option A, bill of entry. Option B, bill of landing. Option C, material safety data sheet. Option D, labels affixed on the packages containing the chemicals. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following heading of the section of material safety data sheet contained information about physical and chemical characteristics of chemical like odor, appearance, etc.? Option A, hazard identification. Option B, composition and information on ingredients. Option C, accidental release measures. Option D, fire and exposure data. Option E, physical and chemical property. Your right answer option E ആണ്, physical and chemical property. അപ്പം ഈ ഒരു ഹെഡിങ്ങിന് താഴെയാണ് കെമിക്കൽസിന്റെ ഓർഡർ, അപ്പിയറൻസ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഹെഡിങ് ഓഫ് ദ സെക്ഷൻ ഓഫ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ്. സോ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ ടോട്ടൽ 16 ഹെഡിങ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 16 ഹെഡിങ്ങുകൾ ഉണ്ട്. ആ ഓരോ ഹെഡിങ്ങിന് താഴെയായിട്ടാണ് ഓരോ കെമിക്കലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. സോ ഈ 16 ഹെഡിങ്ങുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, പ്രോഡക്റ്റ് ആൻഡ് കമ്പനി ഐഡന്റിഫിക്കേഷൻ. സെക്കൻഡ് വൺ, ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ. തേർഡ് വൺ, കോമ്പോസിഷൻ ഓർ ഇൻഫർമേഷൻ ഓൺ ഇൻഗ്രീഡിയൻസ്. ഫോർത്ത് വൺ, first aid measures. Fifth one, fire fighting measures. And sixth one, accidental release measures. 7, handling and storage. 8, exposure control or personal protection. 9, physical and chemical properties. 10, stability and reactivity. 11, toxicological information. 12th, ecological information. 13, disposal consideration. 14, transport information. 15, regulatory information. 16, other information. അപ്പം ഇത്രയും ഹെഡിങ്ങുകളാണ് ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിന് കീഴിൽ ഉണ്ടാവുക. സോ അതിന്റെ ഓരോ ഹെഡിങ്ങിനെയും താഴെയായിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കെമിക്കൽസിന്റെ ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. Next question. The term teratogenic effect with reference to exposure to the hazardous chemicals means. Option A, effect on genes. Option B, effect on the unborn child. Option C, effect on rate of cell mutation in the body. Option D, effect of development of the children. Option E, effect on individual organ in the body. Your right answer option B ആണ്. ഓപ്ഷൻ ബി ആണ്, എഫക്ട് ഓൺ ദ അൺബോൺ ചൈൽഡ്. സോ അൺബോൺ ചൈൽഡിനെ ബാധിക്കുന്ന കെമിക്കൽസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം ആണ് ടെറാറ്റോജനിക് എഫക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം മ്യൂട്ടാജനിക് എഫക്ട് with respect to exposure to the hazardous chemical means. Option A, effect on genes. Option B, effect on the unborn child. Option C, effect on rate of cell mutation in the body. Option D, effect of development of the children. Option E, effect on individual organ in the body. Your right answer option A ആണ്, effect on genes. സോ ഈ ടേം കേട്ടാൽ തന്നെ നമുക്കറിയാം മ്യൂട്ടേജനിക് എഫക്ട് എന്ന് പറഞ്ഞാൽ ജീൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആൻസർ ഈസ് എഫക്ട് ഓൺ ജീൻസ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോഴും നിങ്ങളുടെ ലൈക്സ് ഒക്കെ കാണുമ്പോഴാണ് എനിക്ക് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ആവേശം എന്ന് പറയുന്നത്. സോ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.